വെൽക്കം തഹമനാണ് ബാക്കംസ്റ്റേ വൈറ്റമിൻസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ വൈറ്റമിൻ B1 ഓർ മറ്റു പേര് തയാമിനെ കുറിച്ചിട്ടാണ്. സോ ആദ്യത്തെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ് തയാമിൻ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് B1 എന്ന് പേരിട്ടത്. സോ വൈറ്റമിൻ B1 തയാമിൻ. ആൻഡ് മറ്റ് ബി കോംപ്ലക്സിലെ മറ്റ് വൈറ്റമിൻസ് ഒക്കെ പോലെ തന്നെ ദീസ് ആർ വാട്ടർ സോലുബിൾ ആണ്. സോ ദീസ് ആർ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. ആൻഡ് ഇതിന് മറ്റൊരു പേരുണ്ട്, ആ പേര് ആന്റി ബെറിബെറി വൈറ്റമിൻ. ആന്റി ബെറിബെറി വൈറ്റമിൻ എന്നും ഇതിന് വിളിക്കുന്നു. ബെറിബെറി എന്ന് വെച്ചാൽ ക്ഷീണം, വീക്ക്നെസ് എന്നാണ് അർത്ഥം. ആൻഡ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ന്യൂറൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. ന്യൂറൈറ്റിസ് ഉണ്ടാകുന്നത് മൂലം മറ്റൊരു പേര് ആന്റി ന്യൂറൈറ്റിക് വൈറ്റമിൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. വൈറ്റമിൻ B1 ആണ്, തയാമിനാണ്. സോ അപ്പൊ നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസസ് ബെറിബെറിയെ കുറിച്ച് നമുക്ക് പറയണം. വെറ്റ് ആൻഡ് ഡ്രൈ ബെറിബെറി ഉണ്ട്. ആൻഡ് ഓൾസോ വെർണിക്സ് കൊറാസക്കോവ് സിൻഡ്രോം, അതിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറയും. ആൻഡ് വൈറ്റമിൻ B1 ഓർ തയാമിൻ ഒരു സൾഫർ കണ്ടെയ്നിങ് വൈറ്റമിൻ ആണ്. പേരിൽ തന്നെ തയ ഉണ്ടല്ലോ, സൾഫർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സോ ബയോട്ടിൻ എന്ന് പറയുന്ന മറ്റൊരു വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്നത്, അതിനകത്ത് സൾഫർ ഉണ്ട്. പാന്തോതെനിക് ആസിഡിൽ സൾഫർ ഉണ്ട്, ലിപ്പോയിക് ആസിഡ്. സോ ഇത് മൂന്നുമാണ് സൾഫർ ഉള്ള മറ്റു വൈറ്റമിൻസ്. സോ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ഒരു പിരമിഡിൻ റിംഗ് ഉണ്ട്, ദെൻ ഒരു തയാസോളിൻ റിംഗ് ഉണ്ട്. ആൻഡ് ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു മെത്തിലിൻ വഴിയാണ്. സോ 6 മെമ്പർ ആണ്, 2 നൈട്രജൻ ഉള്ള റിംഗ് ആണ് പിരമിഡിൻ. നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ 9H2 വരയ്ക്കാം. ദെൻ 6 മെമ്പർ റിംഗ് ആണ്, ഇവിടെ ഒരു നൈട്രജൻ. ദെൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു CH3 നമുക്ക് കൊടുത്തേക്കാം. ദെൻ നമ്മൾ പറഞ്ഞു മെത്തിലിൻ റിംഗ് വഴി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. സോ ഡബിൾ ബോണ്ടും കൂടി ഇവിടെ ഇട്ടേക്കാം. സോ ഇതാണ് പിരമിഡിൻ റിംഗ് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, 2 നൈട്രജൻ ഉള്ള പിരമിഡിൻ റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ളത് തയാസോളിൻ റിംഗ് ആണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് മെത്തിലിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ തയാസോളിൻ റിംഗും 5 മെമ്പർ ഉള്ള റിംഗ് ആണ്. സോ അതിനും ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്. ദെൻ 5 മെമ്പർ ഉള്ള റിംഗ് ആണ്. സൾഫർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സൾഫർ, ഇതാണ് തയാസോളിൻ റിംഗ്. ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. ആൻഡ് ഇവിടെ ഒരു CH2OH കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു പിരമിഡിൻ റിംഗ് ആണ്. ഇത് തയാസോളിൻ റിംഗ് ആണ്. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ തയാസോളിൻ റിംഗ് ഉള്ള ഏക നാച്ചുറൽ കോമ്പൗണ്ട് ആണ് തയാമിൻ എന്ന് കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആൻഡ് പക്ഷേ ഇതല്ല ഇതിന്റെ ആക്റ്റീവ് ഫോം ആകാനായിട്ട് ഇവിടെ നമുക്ക് H അങ്ങോട്ട് മാറ്റുക, ഇവിടെ 2 ഫോസ്ഫേറ്റ് അങ്ങോട്ട് പിടിപ്പിക്കുക. ഒരു PO4 ഒരു PO4 പൈറോഫോസ്ഫേറ്റ്. 2 ഫോസ്ഫേറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പൈറോഫോസ്ഫേറ്റ് ആണ്. സോ ഇതങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് തയാമിൻ പൈറോഫോസ്ഫേറ്റ് ഓർ TPP. സോ ഇതാണ് ഇതിന്റെ ആക്റ്റീവ് ഫോം ഓർ കോഎൻസൈം ഫോം. സോ ദിസ് കോഎൻസൈം ഇമ്പോർട്ടന്റ് മെറ്റബോളിക് റിയാക്ഷൻസിലൊക്കെ പ്രധാനപ്പെട്ട കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യലാണ് TPP, തയാമിൻ പൈറോഫോസ്ഫേറ്റിന്റെ പണി. ഇനി തയാമിന്റെ ബയോളജിക്കൽ ഫംഗ്ഷൻസ് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആൻഡ് റോൾ ആണ് തയാമിനുള്ളത്. ഒന്ന് ഇമ്പോർട്ടന്റ് ഇൻ എനർജി ജനറേഷനിലെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. സോ എനർജി റിലീസിംഗ് വൈറ്റമിൻ ആണ് ദിസ് തയാമിൻ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോള് ഉണ്ട്. നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിച്ചതാണ്, എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവേറ്റ് ആക്കും, ഗ്ലൂക്കോസിസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ് ആക്കുന്നുണ്ട്. ദെൻ ദിസ് ഈ പൈറുവേറ്റിനെ നമ്മൾ അസറ്റൈൽ CoA ആക്കി മാറ്റുന്നു. സോ അപ്പൊ ഇതിന് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ആണ്. ഒരു 5 എൻസൈം ചേർന്ന ഒരു കോംപ്ലക്സ് ആണത്. സോ ഈ സ്റ്റെപ്പ് ഈസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് തയാമിൻ പൈറോഫോസ്ഫേറ്റിന്റെ ആവശ്യമുണ്ട്. സോ ദിസ് ഇസ് ദ കോഎൻസൈം ഇൻ ദിസ് സ്റ്റെപ്പ്. സോ ഈ സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത് NADH ആണ്. NADP-യിൽ നിന്ന് NADH ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദിസ് NADH അപ്പം എങ്ങോട്ടേക്ക് പോകും? ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ATP ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. സോ എനർജി പ്രൊഡക്ഷന് ഇത് വേണം എന്ന് പറയാം. ഇനി ഈ ഉണ്ടായ അസറ്റൈൽ CoA ഇത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആവുന്നുണ്ട്. ദെൻ പിന്നീട് ഇത് സക്സിനൈൽ CoA അല്ലെങ്കിൽ സക്സിനേറ്റ് ഒക്കെ ആവുന്നുണ്ട്. ഇൻ TCA സൈക്കിളിലേക്കാണ് ഇത് പോകുന്നത്. സോ അപ്പോൾ ഇവിടെ വേണ്ട എൻസൈം ആൽഫ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈം വേണം. ഇവിടെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. സോ ഇവിടെയും എന്തുണ്ടാവുന്നുണ്ട്? NADH ഫോം ചെയ്യുന്നുണ്ട്. സോ ഇത് വീണ്ടും ETC ATP ഉണ്ടാക്കും. സോ അവിടെയും അപ്പോൾ ആര് വേണം? ഇവിടെയും നമുക്ക് തയാമിൻ പൈറോഫോസ്ഫേറ്റിന്റെ ആവശ്യമുണ്ട്. സോ എനർജി പ്രൊഡക്ഷൻ ഓർ ജനറേഷൻ ഇമ്പോർട്ടന്റ് ആണ് തയാമിൻ. ഇനി ബ്രാഞ്ച് ചെയിൻ ആൽഫ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജി
ഹൈഡ്രോജിനേഷൻ. ഉദാഹരണം ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഏതൊക്കെയായിരുന്നു? വാലിൻ ഉണ്ട്, ലൂസിൻ ഉണ്ട്, ഐസോലൂസിൻ പോലെയുള്ള സംഭവങ്ങൾ. സോ ഇവയുടെ മെറ്റബോളിസത്തിൽ വേണ്ട എൻസൈം ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം വേണം. സോ ഈ എൻസൈമിന്റെ ആക്ഷനും ആര് വേണം? തയാമിൻ പൈറോഫോസ്ഫേറ്റ് നമുക്ക് ആവശ്യമാണ്. ഇനി വേറൊരു റിയാക്ഷൻ ഈസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിനെ നമുക്ക് HMP പാത്വേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. HMP പാത്വേയിലൂടെ ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെയാണ് ആക്കുക. ന്യൂക്ലിക് ആസിഡ്സ് ആക്കാനുള്ള ഈ റിയാക്ഷൻസിൽ അവിടെ ഒരു എൻസൈം ഉണ്ട്, ട്രാൻസ്കീറ്റോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ട്രാൻസ്കീറ്റോലേസ് എൻസൈം റിയാക്ഷൻസിന് എല്ലാം തയാമിൻ പൈറോഫോസ്ഫേറ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇറ്റ്സ് എ എൻസൈം. ഇനി നമ്മളിവിടെ പൈറുവേറ്റിൽ നിന്ന് അസറ്റൈൽ കോയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഈ അസറ്റൈൽ കോയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അസറ്റൈൽ കോയ ഒരുപാട് പാത്വേയിലേക്ക് പോകുന്നുണ്ട്. അസറ്റൈൽ കോയ ഉണ്ടെങ്കിലേ നമുക്ക് ഫാറ്റി ആസിഡ് ഉണ്ടാക്കാൻ പറ്റൂ, കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ പറ്റൂ. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മയലിൻ ഷീത്ത് അല്ലെ, മയലിൻ ഷീത്ത് ഓൺ ദ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോണിന്റെ മുകളിൽ മയലിൻ ഷീത്ത് വേണമെങ്കിൽ ഇതൊക്കെ വേണം. സോ ദിസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മയലിനേഷൻ, സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഇനി തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പോളിഷ്ഡ് റൈസ് സ്ഥിരം നമ്മൾ കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ തയാമിൻ കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തത് ആൽക്കഹോളിക്സിലാണ്. ആൽക്കഹോളിക്സിൽ തയാമിൻ നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സോർഷൻ കുറയും. ആൽക്കഹോൾ കഴിക്കുന്നവരിൽ തയാമിൻ്റെ അബ്സോർഷൻ കുറവായിരിക്കും. അങ്ങനെ തയാമിൻ കുറവുണ്ടാകാം. 3 തയാമിൻ കുറവുള്ള അമ്മമാർ, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ, അവർ മുലയൂട്ടുന്ന കുട്ടികൾ, അവർക്ക് തയാമിൻ കുറവായിരിക്കും. ഇനി നാലാമത്തത്, അപ്പോൾ ഫ്രം മദർ എന്ന് എഴുതാം. നാലാമത്തത് തയാമിനേസ് എന്ന് പറയുന്ന ചില സംഭവങ്ങൾ ഉള്ള ഭക്ഷണം. ചില ഭക്ഷണങ്ങളിൽ ഈ എൻസൈം ഉണ്ട്. സോ ഫേൺസ്, റോ ഫിഷസ്, സീ ഫുഡ്സ് അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് തയാമിനേസ് ഉണ്ട്. ഇവരിലും ചിലപ്പോൾ തയാമിൻ്റെ കുറവുണ്ടാകാം. അപ്പോൾ തയാമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻസ് പറയാം. അതിനുമുമ്പ് തയാമിൻ കുറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വിൽ ബി ഇംപയർഡ്. പൈറുവേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ ആകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? പൈറുവിക് ആസിഡ് ശരീരത്തിൽ അടിഞ്ഞുകൂടും. അപ്പോൾ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയ അല്ലെങ്കിൽ പിന്നെ ലാക്റ്റിക് ആസിഡായിട്ട് മാറാം. സോ ലാക്ടേറ്റ് കൂടിക്കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡോസിസ് ഉണ്ടാകാം. അതൊരു കണ്ടീഷനാണ്, സാധ്യതയാണ്. ദെൻ അസറ്റൈൽ കോയ കുറഞ്ഞാലോ? അസറ്റൈൽ കോയ കുറഞ്ഞു കഴിഞ്ഞാൽ ATP പ്രൊഡക്ഷൻ കുറയും. സോ ATP ബ്രെയിനകത്തൊക്കെ ഡിക്രീസ്ഡ് സെല്ലുലാർ ഫങ്ഷൻ. സോ ബ്രെയിൻ ഹേർട്ട്, അതിനകത്തൊക്കെ സെല്ലുലാർ ഫങ്ഷൻ കുറയുമ്പോൾ ATP ഒക്കെ പ്രൊഡക്ഷനൊക്കെ കുറയും. ദെൻ അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെയും എമൗണ്ട് കുറയും. ദെൻ ഫാറ്റി ആസിഡ്സ് കുറയാം, കൊളസ്ട്രോൾ കുറയാം. സോ മൈലിനേഷൻ കുറയാം. സോ ഓൾ ദീസ് എല്ലാം കൂടി ചേരുമ്പോൾ ഡിഫക്റ്റീവ് നെർവസ് സിസ്റ്റം ഫങ്ഷൻ. സോ ഡിഫക്റ്റീവ് നെർവസ് സിസ്റ്റം ഫങ്ഷൻ ഡിഫക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ ന്യൂറോളജിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം മൈൽഡ് ടു മോഡറേറ്റ് ഡെഫിഷ്യൻസി ആണ്. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിഷ്യൻസി കുറേ നാളായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡ്രൈ ബെറി. അപ്പോൾ കുറച്ച് കുറയുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് ന്യൂറോളജിക്കൽ ബെറി എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും? പെരിഫറൽ ന്യൂറൈറ്റിസ് ഉണ്ടാകും, ബിക്കോസ് ന്യൂറോണൽ മൈലിനേഷൻ ശരിയല്ല. ലോസ് ഓഫ് ടെൻഡൻ റിഫ്ലക്സസ് കുറയും. ക്ഷീണം, പേര് തന്നെ ബെറിയാണ്, വീക്ക്നെസ് ആണ്. സോ ക്ഷീണം, നല്ല തളർച്ച, ക്ഷീണം ഉണ്ടായിരിക്കും. ദെൻ ബേണിംഗ് ഓർ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാകാം. ദെൻ പെയിൻഫുൾ ടെൻഡൻ മസിൽസ് ഒക്കെ വേദന ഉണ്ടായിരിക്കാം. നംബ്നെസ് ഉണ്ടാകാം, നംബ്നെസ് ഓഫ് ഫീറ്റ്, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രിമിറ്റീസ് അങ്ങനെ ഉണ്ടാകാം. കൺഫ്യൂഷൻ ഉണ്ടാകാം. ദെൻ ഫുട്ട് ആൻഡ് ഓൾസോ റിസ്റ്റ്, ഇതൊക്കെ ഡ്രോപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ഇറിറ്റബിലിറ്റി ടു സ്പീക്ക്. ദെൻ ഇനബിലിറ്റി ടു സ്പീക്ക്, സംസാരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കുറയും. ഇനബിലിറ്റി ടു സ്പീക്ക് ഉണ്ടാകാം. ദെൻ അറ്റാക്സിയ എന്ന് പറയുമ്പോൾ ഗേറ്റിനുള്ള തകരാറ്. മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകാം. ദെൻ ഡിമൈലേഷൻ ഓഫ് സെൻസറി ആൻഡ് ഓൾസോ മോട്ടോർ ഏരിയാസ്, അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ഒക്കെ ഡീമൈലിനേഷൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. സോ ഇതൊക്കെ കൂടി ചേർന്നതാണ് ഈ ഡ്രൈ ബെറി എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ സിവിയർ ആയിട്ടുള്ള വളരെ ഗുരുതരമായ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്നത് കാർഡിയോവാസ്കുലാർ ഓർ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഡിയാക് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇതിനെയാണ് നമ്മൾ വെറ്റ് ബെറി എന്ന് നമ്മൾ വിളിക്കുക.
ഹൃദയത്തിന്റെ മസിൽസ്, ഹൃദയത്തിന്റെ കാർഡിയാക് മസിൽസിന്റെ പേശികളൊക്കെ വീക്ക് ആകും എന്നുള്ളതാണ്. ആൻഡ് ഹൃദയം ബിക്കം എൻലാർജ്ഡ്, സൈസൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ആൻഡ് ഓൾസോ ശരീരം മൊത്തം എഡീമ, പല ഭാഗങ്ങളിലും എഡീമ ഉണ്ടാകും എന്നുള്ളതാണ്. കാലുകളായിരിക്കാം, മുഖമായിരിക്കാം, തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാകാം. ദെൻ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, ദാറ്റ് ഈസ് ടാക്കിക്കാർഡിയ. സോ വെറ്റ് ബെർബറി എന്ന് പറയുമ്പോൾ, സോ വെറ്റ് ബെർബറി ഈസ് സിവിയർ ഡെഫിഷ്യൻസി ആണ്, കാർഡിയോവാസ്കുലാർ സിംറ്റംസ് ആയിരിക്കും കൂടുതൽ. ഇനി ക്രോണിക് ആൽക്കഹോളിക്സിലും മറ്റും ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാവുന്ന പ്രശ്നമാണ് വെർണിക്കേസ് കൊർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയും. സോ അപ്പോൾ നമുക്ക് ആദ്യം വെർണിക്കേസ് ഡിസീസ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ, സോ ഇതിനെ നമ്മൾ സെറിബ്രൽ ബെറി എന്നും നമ്മൾ വിളിക്കും. സോ ദിസ് അഫക്ട് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് ഓൾസോ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടിനെയും അഫക്ട് ചെയ്ത് ന്യൂറോണൽ ഡെത്ത് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ്. ആൻഡ് ഇതിലെ പ്രധാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ദിസ് ഈസ് ആൻ അക്യൂട്ട് കണ്ടീഷൻ ആണ് എന്നുള്ളതാണ്. സോ വെർണിക്കേസ് ഈസ് ആൻ അക്യൂട്ട് കണ്ടീഷൻ ആണ്. ആൻഡ് ഓൾസോ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. വൈറ്റമിൻ B1 ഓർ തയാമിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ രീതിയിലേക്ക് ആകാം. 3 കാർഡിനൽ സയൻസ് നമുക്ക് ഇതിനകത്ത് കാണാം. 1 എന്ന് പറയുന്നത് ഗ്ലോബൽ കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഡിസ്ഓറിയന്റേഷൻ, ഒരു പരിഭ്രമം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഒപ്താൽമോപ്ലീജിയ ഉണ്ടാകും. ഒപ്താൽമോപ്ലീജിയയിൽ 2 കണ്ടീഷനാണ്. ഐ മസിൽസിന്റെ പാരാലിസിസ് മൂലം ഉണ്ടാകുന്നത്, നിസ്റ്റാഗ്മസ് ഉണ്ടാകും. ആൻഡ് ഓൾസോ രണ്ടാമത്തെ പ്രശ്നം അനിസോകോറിയ. അനിസോ എന്ന് പറയുമ്പോൾ തന്നെ 2 രീതിയിലുള്ളതാണ്. ഓൾട്ടേർഡ് സൈസ് ഓഫ് പ്യൂപ്പിളിന്റെ സൈസ് ഓൾട്ടേർഡ് ആകുന്നു എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഈസ് അറ്റാക്സിയ ഓർ ഓൾട്ടേർഡ് ഗേറ്റ്, നിൽക്കുന്ന രീതി, പോസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ബാലൻസ് ഒക്കെ വ്യത്യാസം വരും. സോ GOA ഗോവ എന്നുള്ളതാണ് ഇതിന്റെ നിമോണിക് എന്ന് പറയുന്നത്. സോ വെർണിക്കേസ് ഈസ് ആൻ അക്യൂട്ട് കണ്ടീഷൻ ആൻഡ് റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ക്രോണിക് കണ്ടീഷൻ ആണ് കൊർസാക്കോഫ് ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ഡിസീസ് സ്റ്റേറ്റ് ആണ് ഇത്. ആൻഡ് ദിസ് ഈസ് നോൺ റിവേഴ്സിബിൾ അല്ല എന്നുള്ളതാണ്. വെർണിക്സ് രോഗം ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് കൊർസാക്കോഫ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ. സോ മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. കൺഫാബുലേഷൻസ് എന്ന് വെച്ചാൽ സ്റ്റോറീസ് ഉണ്ടാകുക. പേഷ്യന്റ് പല പല കഥകൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൺഫാബുലേഷൻസ് ഓർ സ്റ്റോറീസ്. ദെൻ ആരോടും പ്രത്യേകം കൺസേൺ ഇല്ല, നോ കൺസേൺ ഇല്ലെങ്കിൽ അപ്പാത്തി എന്ന് പറയുന്ന മാനസിക കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് ഫൈനലി ലോസ് ഓഫ് മെമ്മറി ഓർ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, മറവി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ആൻഡ് രോഗമുള്ള കാര്യം രോഗിക്ക് അറിയാൻ പറ്റില്ല എന്നുകൂടി ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. സോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി സിവിയർ ആയിട്ടുള്ള വൈറ്റമിൻ B1 തയാമിൻ ഡെഫിഷ്യൻസി ഉള്ള അമ്മമാർ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ, ജനിച്ച കുട്ടികളിൽ, അപ്പോൾ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളിലുള്ളതാണ് ഇൻഫന്റൈൽ ബെറി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുന്നതാണ്. സോ 2nd month to ഒരു 5th month ഓഫ് ലൈഫ്, ഈ പീരീഡിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണാം. അപ്പോൾ ഉറക്കമില്ലായ്മ, സ്ലീപ്ലെസ്നെസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ദേ ആർ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിരിക്കും. അവർക്ക് സ്ലീപ്ലെസ്നെസ് ആൻഡ് ഓൾസോ വിശപ്പില്ലായ്മ എന്ന് പറയുമ്പോൾ അനോറെക്സിയ ഉണ്ടായിരിക്കും. ആൻഡ് ദേ ഹാവ് എഡീമ, ശരീരത്തിൽ നീരുണ്ടാകും. ആൻഡ് അനദർ പ്രശ്നം ഈസ് ലോസ് ഓഫ് വോയിസ് എന്ന് വെച്ചാൽ ശബ്ദമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അഫോണിയ എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ഇൻഫന്റൈൽ ബെറി എന്ന് നമ്മൾ പറയും. സോ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വൈറ്റമിൻ B1 കുറിച്ച് പറഞ്ഞു, ബയോളജിക്കൽ ഫംഗ്ഷൻ പറഞ്ഞു, ആൻഡ് ഡെഫിഷ്യൻസി സ്റ്റേറ്റ് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വൈറ്റമിൻ B1 or thiamine. Thank you for watching.